രാജേന്ദ്രൻ, കേരള BJP ഘടകത്തിൽ സമൂലമായ അഴിച്ചുപണി വരികയാണ്. നമ്മൾ ഏറെ നാളുകൊണ്ട് കേൾക്കുന്നുണ്ട്, സുരേന്ദ്രനെ മാറ്റുന്നു, ശോഭാ സുരേന്ദ്രൻ വരും, MT രമേശ് വരും. എന്നാൽ ഇപ്പോൾ ഇതാ മറ്റൊരു പുതിയ പേര് കൂടി കടന്നു വന്നിരിക്കുകയാണ്, രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരുവനന്തപുരത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഏതാണ്ട് വിജയത്തോട് അടുക്കുക വരെ ചെയ്ത ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുമ്പോൾ പാർട്ടി കാണുന്നത് അത്ര ചെറിയ കാര്യമൊന്നും അല്ല. കാരണം ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ വിഭാഗീയത നിൽക്കുമെന്നറിയാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അത്തരത്തിലുള്ള വിഭാഗീയതകളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാം എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം. കാരണം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന പോലൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. വിജയനാഥ്, വാസ്തവത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തനിപ്പകർപ്പായിട്ട് ഏറെക്കാലമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു BJP രാഷ്ട്രീയം. കഴിഞ്ഞ തവണ അവരുടെ ഭരണാധികാരികളുടെയും ഭാരവാഹികളുടെയും ഒരു യോഗം ഓൺലൈനായി ചേരുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് കേന്ദ്ര നേതൃത്വം ഒരു നിർദ്ദേശം നൽകി. അതായത് 3-2 5 വർഷമാണ് സുരേന്ദ്രൻ ഇതുവരെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന് പുതിയ നിബന്ധന അനുസരിച്ച് രണ്ടാമതൊരു ടേം കൂടി മത്സരിക്കാം എന്നൊരു നിർദ്ദേശം. അത് വന്നതോടുകൂടി PK കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം ഓഫ്ലൈനായി. ഓൺലൈൻ മീറ്റിങ്ങിൽ നിന്ന് അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഇറങ്ങിപ്പോയി. കാരണം അദ്ദേഹത്തിന് അതിന് അടുത്ത പ്രസിഡന്റ് ആവണമെന്നൊരു വ്യാമോഹം ഉണ്ടായിരുന്നു. ഈ പാർലമെൻ്ററി വ്യാമോഹം വരുന്നിടത്തെല്ലാം ആ ഗ്രൂപ്പിസം ഉണ്ടാവും. കോൺഗ്രസ്സിലുള്ളതുപോലെ ഇവിടെയും കയറിപ്പറ്റി. ശോഭാ സുരേന്ദ്രൻ്റെ താല്പര്യമുണ്ടായിരുന്നു, അതുപോലെ തന്നെ V മുരളീധരന് താല്പര്യമുണ്ട്, MT രമേശിന് താല്പര്യമുണ്ട്. അതിനിടയ്ക്കാണ് ഇവരൊന്നും അല്ലാത്ത ഒരാളിനെ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചത്. ആ പരിഗണിച്ച അമിത്ഷാ ആണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം ഉചിതമായിട്ടുള്ളൊരു സമയത്താണ് ഇപ്പോൾ എടുക്കപ്പെട്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചതാണ്. ഇവിടെ ഈ പറഞ്ഞ പോലുള്ള CPMൻ്റെ ആ സനാതന ധർമ്മം ഉണ്ടല്ലോ, ആ CPM പരിപാലിച്ച അവരുടെ സനാതന ധർമ്മം കൊണ്ട് മാത്രം പരാജയപ്പെട്ട ആളാണ്. കാരണം ഒരു BJPക്കാരൻ ജനാധിപത്യ ഭരണഘടനയനുസരിച്ച് ഒരഴിമതിയും നടത്താതെ EVMൻ്റെ സുതാര്യമായിട്ടുള്ള സഹായത്തോടുകൂടി ജയിക്കുമ്പോൾ അത് അട്ടിമറിക്കാൻ വേണ്ടി വർഗീയ വോട്ടുകളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നടത്തിയ ഒരു കാര്യമാണിത്. പണ്ട് നേമം മണ്ഡലത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിജയിക്കാനും കാരണം ഈ അവരുടെ സനാതന ധർമ്മം അവർ പരിപാലിച്ചു പോട്ടെ, ആ ധർമ്മം കൊണ്ട് തന്നെയാണ്. കാരണം വർഗീയ വോട്ടുകളെ സംഘടിപ്പിച്ചുകൊണ്ട് BJPക്കാർ ജയിക്കുന്നത് ഒഴിവാക്കാൻ അതിന് പറയുന്ന ന്യായീകരണങ്ങൾ എന്താ? നിങ്ങൾ ഇവരെ വിജയിപ്പിച്ചു വിട്ടാൽ ഭരണഘടന മുഴുവൻ പൊളിച്ചെഴുതും, പിന്നെ ഇന്ത്യയിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാവങ്ങളെ പറയുന്നത് എന്തും വിശ്വസിക്കുന്ന, അതുകൊണ്ടാണല്ലോ അവർ സ്വർഗത്തിൽ പോയ ഹൂറികളോടൊത്ത് താമസിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു എതിർമതമല്ല വേറെ മതത്തിൽപ്പെട്ട ആളെ കൊന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു വിശ്വസിക്കുന്നത്. അവരെ എന്താണ് വിശ്വസിപ്പിക്കാൻ വയ്യാത്തത്? അങ്ങനെ വിശ്വസിപ്പിച്ച് അവരെ കൊണ്ട് എതിർ വോട്ടുകൾ കൊടുപ്പിച്ച് പരാജയപ്പെടുത്തിയതാണ്. അല്ലെങ്കിൽ 23 ദിവസം കൊണ്ട് അദ്ദേഹം ഈ മണ്ഡലത്തിൽ ഒരു വിജയം കൊയ്തിരുന്നു. അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്നത് ഇതുപോലെ വന്നതാണ്. പക്ഷേ പ്രബലമായിട്ടുള്ള കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ പിന്തുണ ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അല്ലാതെ BJPയുടെ പിന്തുണയോടെ കൂടി വന്നെങ്കിൽ ഒരു ശശി തരൂർ ഇവിടെ ജയിക്കില്ലായിരുന്നു, ഇത്രയും വോട്ടുകളും നേടില്ലായിരുന്നു. അത്ഭുതകരമെന്ന് പറയട്ടെ, അടുത്ത കാലം വരെ കേരളത്തിന് ആയിരുന്നില്ല രാജീവ് ചന്ദ്രശേഖറിനെ. പക്ഷേ ഈ BJPയിലേക്ക് അദ്ദേഹം വന്നതിനോടുകൂടി, കേന്ദ്രമന്ത്രി ആയതിനോടുകൂടിയാണ് അദ്ദേഹം ഒരു മലയാളി ആയതെന്ന് തന്നെ പല മലയാളികളും തിരിച്ചറിയുന്നത്. കർണാടകത്തിൽ വ്യവസായം നടത്തി വിജയകരമായിട്ടുള്ള പല നിരാമയ ഹോട്ടൽ പോലുള്ള ഹോട്ടലുകൾ വിജയകരമായി നടത്തി പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഒന്നാന്തരം ഒരു സംഘാടകനാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ മത്സ്യബന്ധന മേഖലയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന മാറി ഓടിയ LDF മന്ത്രിമാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും മാറ്റാത്ത ഒരു കാര്യം, മക്കളുടെ ഒരാവശ്യം അദ്ദേഹം അവിടെ വളരെ നിമിഷങ്ങൾക്കകം അത് സാധിച്ചു കൊടുത്തു. അത്ര പ്രാപ്തിയുള്ള ഒരാളാണ്. അതുതന്നെ നല്ലൊരു ഓർഗനൈസറാണ്.
ഇത്രയൊക്കെ വ്യവസായം നടത്തണമെങ്കിൽ ചുമ്മാതിരുന്നാൽ പറ്റില്ല. അതിന് നല്ല ഒരു എൻ്റർപ്രീനിയർഷിപ്പ് എന്ന് പറയുന്ന വ്യവസായ സംരംഭകത്വം വേണം. കേരളത്തിൽ പാർട്ടിയെ വളർത്തുന്നതിനും അങ്ങനെയൊരു പ്രൊഫഷണൽ സമൂഹം ഒരു സമീപനം വേണം. അല്ലാതെ ഈ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അനുസരിച്ച് പോയാൽ പറ്റില്ല. ജനങ്ങളെ ആകർഷിക്കാൻ എന്താ വേണ്ടത്? തൊഴിൽ. അതിനുള്ള അവസരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ ഒരുക്കും. വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ വേണ്ട സഹായങ്ങൾ നൽകും. അങ്ങനെ എല്ലാ തലത്തിലും അദ്ദേഹം വളരെ വിജയകരമായിട്ട് കേന്ദ്ര മന്ത്രിസ്ഥാനത്തിരുന്ന ഒരാളുമാണ് അദ്ദേഹം. ഏത് കാര്യത്തിനും വളരെ വ്യക്തമായിട്ടും അടുക്കും ചുറ്റിയോടുകൂടി യുക്തിസഹമായിട്ട് മറുപടി പറയാൻ കഴിയുന്ന ആളാണ് അദ്ദേഹം എന്നുള്ളതും വളരെ വ്യക്തമാണ്. നല്ലൊരു സംവാദകനുമാണ് അദ്ദേഹം. ഈ CPM ഉതിർക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി തന്നെയാണ് CPMന് ചുട്ട മറുപടി കൊടുക്കാനും അതുപോലെ കോൺഗ്രസിൻ്റെ കപട രാഷ്ട്രീയത്തിൻ്റെ ആ മുഖം മൂടി ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കൊടുക്കാനും ആവശ്യം. ഇംഗ്ലീഷിലും അതുപോലെ മലയാളത്തിലും നല്ല ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തിയാണ്. ശശി തരൂരിൻ്റെ വിജയത്തിന് ഒരു പരിധി വരെ കാരണം എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയത് അല്പം വൈകിപ്പോയി. കാരണം നഗരകേന്ദ്രീകൃത പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ അറിയാം. മറ്റീ തീരദേശങ്ങളിലുള്ളവർക്കും അത്ര പരിചിതമല്ല. അപ്പോൾ അതിൽ അല്പം വൈകിയത് കൊണ്ട് ഇനിയിപ്പോൾ 2029 ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് പോലും ലക്ഷ്യമിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കുക എന്നുള്ളത് കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല. ചന്ദ്രശേഖർ എത്ര നേരത്തെ വന്നിരുന്നെങ്കിലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതിന് കാരണം ഞാനീ പറഞ്ഞ പോലെ വിശ്വാസശീലത എന്ന് പറഞ്ഞ ഒരു പ്രത്യേക സമുദായത്തിന് വളരെയധികം ഉണ്ട്. അപ്പോൾ നറേറ്റീവുകൾ ക്യാപ്സ്യൂളുകളൊക്കെ CPMൻ്റെ എങ്ങും ചിലവാകുന്നില്ല, കളിയാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സജി ചെറിയാൻ 30 ഗ്രാം കഞ്ചാവേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ട്രോൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള അതുപോലെ തന്നെ ഭരണഘടന കുന്തവും കുടച്ചക്രവും എന്ന് പറയുമ്പോൾ അത് നമ്മൾ ട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള അയുക്തികമായിട്ടുള്ള പ്രസ്താവനകൾ പോലും വിശ്വാസശീലതയോടെടുക്കുന്ന ഒരു പ്രത്യേക സമുദായമുണ്ട്. ആ സമുദായത്തിൻ്റെ ഇടയിൽ ഇപ്പോഴും ഈ ക്യാപ്സ്യൂളുകൾ ചെലവഴിക്കുന്നു. അതായത് BJP വന്ന ഭരണഘടന അങ്ങ് മാറ്റി എത്ര അനായാസമായിട്ട് ചെയ്യാവുന്ന കാര്യം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വമൊന്നും കാണില്ല, നിങ്ങളെ പറഞ്ഞയക്കും പാകിസ്ഥാനിൽ പോകാമെന്ന് പറഞ്ഞ് ഈ ജന്മത്ത് നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ വിശ്വസിച്ചുകൊണ്ട് BJPയുടെ കടുത്ത ശത്രുതയാണ് ചിലർ പുലർത്തുന്നത്. വിവരമില്ലാത്തവരാണ്. അവരിൽ വിവരമുള്ളവർക്കറിയാം BJP അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അവർ പലരും BJPയിലേക്ക് വരുന്നുണ്ട്. അതല്ല, വിവരമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ BJP വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി പോക്കാണെന്നുള്ള സുരക്ഷിത ബോധമില്ലായ്മ ചിലർക്കുണ്ട്. കേരളത്തിൽ തന്നെ ഉണ്ട്. ബീഫ് കഴിക്കാൻ പറ്റില്ല, മട്ടൺ കഴിക്കാൻ പറ്റില്ല, എല്ലാം പിന്നെ ഈ വെജിറ്റേറിയൻ കഴിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരു ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ നടപ്പാക്കാൻ പറ്റില്ല. BJP അങ്ങനെ പോയി കഴിഞ്ഞാൽ BJP പിന്നെ അധികാരത്തിൽ വരത്തില്ല. ഇന്ത്യയുടെ ഡെമോഗ്രഫി അങ്ങനെയാണ്. ആർക്കറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ നേരെ ചൊവ്വേ കാര്യങ്ങൾ നടത്താനറിയുന്ന, പ്രൊഫഷണലായിട്ട് ഭരിക്കാൻ അറിയാവുന്ന, അവർക്ക് തന്നെ ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള വളരെ കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലാനുണ്ട്. ഓസ്ട്രേലിയയുടെ ഗെയിം പ്ലാൻ കണ്ടിട്ടില്ല. അതിൻ്റെ മുമ്പിലാണ് ഇന്ത്യ തുന്നം പാടിയത്. ഫൈനലിൻ്റെ റിസൾട്ട് അറിയാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടും കാലിബ്രേറ്റഡ് ആയിട്ടും വളരെ ചുറ്റിയോടുകൂടി ഗെയിം ചേഞ്ചിങ്ങിനുള്ള കളികൾ പുറത്തെടുക്കണം. അങ്ങനെ ആ കളികൾ പുറത്തെടുക്കാൻ പറ്റിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ആ ഗെയിമുകൾ നല്ല അത്ഭുത സ്തബ്ധരായിപ്പോയി. പണ്ടൊരു കാലത്ത് ശശി തരൂരിൻ്റെ ഒപ്പം നിന്ന TP ശ്രീനിവാസൻ പോലും കഴിഞ്ഞ പ്രാവശ്യം ഒപ്പം നിന്ന ആരുടെ കൂടെ? രാജീവ് ചന്ദ്രശേഖറിൻ്റെ കൂടെ. അപ്പോൾ ഈ ശശി തരൂരിനേക്കാൾ വളരെ പ്രതീക്ഷയുള്ള ഒരു നേതാവാണ് TP അല്ല, എനിക്ക് ചന്ദ്രശേഖരന്മാർ തമ്മിൽ തെറ്റിപ്പോകുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നതാണ്. അല്ല, ശശി തരൂര് ഇത് 4ാം തവണ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നത്. അതെ, ഒരു കാര്യം പറയാം, തിരുവനന്തപുരത്തിന് യാതൊരു നേട്ടവും ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസ്താവന വാഗ്ദാനം ബാഴ്സലോണ മോഡലാണ്. അതിപ്പോഴും ആ വാഗ്ദാനമായിട്ട് തന്നെ പക്ഷേ ഇപ്പം ബാഴ്സലോണ ഇപ്പം തിരുവനന്തപുരത്തേക്ക്. അതേസമയം രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുക്കപ്പെട്ട് തോറ്റ സ്ഥാനാർത്ഥി പറയുന്ന തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഒരു വാഗ്ദാനം തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് കൊണ്ടുവന്നാണ് നടപ്പാക്കി തിരുവനന്തപുരത്തുകാർക്ക് പ്രയോജനപ്പെട്ടു. ശശി തരൂർ വന്ന ബുദ്ധിജീവിയെ കൊണ്ട് തിരുവനന്തപുരത്തുകാർക്ക് ഒരു പ്രയോജനവും ഇല്ല. അതായത് ഇവിടെ ഉണ്ടോ എന്ന് പോലും സംശയമാണ്. മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കുന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. ആര്യ രാജേന്ദ്രൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, നഗരത്തിലെ കുടിവെള്ളം മുട്ടിയപ്പോൾ,
കുഴികളിൽ വീണ ആളുകൾ എന്തിന് മറ്റേ എവിടെയായിരുന്നു ഈ മനുഷ്യൻ? ജോയി എന്ന് പറയുന്ന പിന്നെ അമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങി അവിടെ ആ മാലിന്യത്തിൽപ്പെട്ടും മരിച്ചുപോയ അദ്ദേഹം, എന്നിട്ട് ശശി തരൂർ പറഞ്ഞെന്താ, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്നിട്ട് എഴുന്നേറ്റ് നിന്നു അല്പനേരം. ഒന്ന് ആലോചിച്ച് നോക്കണേ. അദ്ദേഹം കൊണ്ടുവന്ന ഒരേ ഒരു പരിഷ്കാരം ഇവിടെ മ്യൂസിയത്തിലൊക്കെ ഇന്റർനെറ്റ് സംവിധാനം കൊണ്ടുവരിക. ആദ്യം കുറച്ചു നാളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി, പൈസ കൊടുക്കാതായതോടെ അത് നിലച്ചു. അദ്ദേഹം ഇപ്പോഴും MP തന്നെയാണ്, പുനരാവിഷ്കരിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ കുഴിയിൽ, ഈ ജോയി മാത്രമല്ല, കുഴിയിൽ വീണ് മരിച്ചു, കുഴി കുഴിച്ചിട്ടപ്പോൾ. അതെ, അദ്ദേഹത്തിനെ ഇവിടെ ഒന്നും കണ്ടില്ല. നഗരം കുളമായിട്ട് കുളം തോണ്ടി കിടന്ന സമയത്ത് അദ്ദേഹത്തിനെ ഇവിടെ എങ്ങും കണ്ടില്ല. ആളുകൾ ഇവിടെ നടക്കാനോ യാത്ര ചെയ്യാനോ യാതൊരു അവസരവുമില്ല. അതുപോലെ വഞ്ചിയൂർ റോഡ് കൊട്ടിയടച്ചപ്പോൾ, ആര്യ രാജേന്ദ്രൻ്റെ സഹായത്തോടു കൂടി കൊട്ടിയടക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു? ശബ്ദം പോലും നമ്മൾ കേട്ടില്ല. അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പോലെ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും റോയൽറ്റി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഖങ്ങൾ തേടുകയാണ്. തിരുവനന്തപുരത്തുകാരുടെ സുഖം ഉറക്കം ഒരിക്കലും വരുത്തുന്നില്ല, അവരുടെ ഉറക്കം കെടുത്തുകയാണ്. അവർക്ക് ദുഃഖവും തനിക്ക് സുഖവും എന്നുള്ളൊരു മന്ത്രമാണ് തൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലെ അദ്ദേഹവും സ്വീകരിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇതിനൊക്കെ ഉള്ളൊരു ആൾട്ടർനേറ്റീവാണ് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ. ചെറുപ്പക്കാരെ ഏറ്റവും അധികം ആകർഷിക്കാൻ കഴിവുള്ള ഒരു നേതാവ് കൂടിയാണത്. BJPയുടെ ഭാവി പ്രതീക്ഷയും ആണത് കേരളത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.